91 മെറാക്കി 91 എന്ന ബ്രാൻഡിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മളൊരു ഇലക്ട്രിക് വണ്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഡിസൈനാണ്. ഈവൻ ദോ പെർഫോമൻസ് കുറവുള്ള വണ്ടികളാണെങ്കിലും ഡിസൈൻ നന്നായി കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി എടുത്ത് കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടാവും. ഡിസൈനിങ്ങിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഒരു നോർമൽ MTB ബൈക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോടുകൂടിയാണ് നമുക്ക് ഈ വണ്ടി കാണാൻ സാധിക്കുന്നത്. ഈവൻ ദോ നോർമൽ MTB ബൈക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ പോലും വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇതിന് ബാറ്ററി ഇത്തിരി ബൾക്കി ആയതുകൊണ്ട് അറൗണ്ട് 22 kg വെയിറ്റ് ഉണ്ട്. സ്റ്റിൽ ഇത് പെഡൽ അസിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വെയിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഫീൽ ചെയ്യില്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അൾട്രാ ഹൈ ടെൻസൈൽ സ്റ്റീലാണ്. ഇതിൻ്റെ ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടി എടുത്ത് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഇതിൻ്റെ ക്രോസ് ബാർ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് യൂസേഴ്സിനും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. വണ്ടിയുടെ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ 17 ഇഞ്ച് ഫ്രെയിമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എസ്പെഷ്യലി ഇതിൻ്റെ പെയിൻറ്റ് ജോബൊക്കെ വളരെ പെർഫെക്ഷനോട് കൂടിയാണ് ഓരോ നോക്ക് ആൻഡ് കോർണേഴ്സ് അവർ ചെയ്തിരിക്കുന്നത്. 100 mm ഫോർക്ക് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് തരുമെങ്കിലും 80 mm ആണ് ഇതിന് നമുക്കിവിടെ ലഭിക്കുന്നത്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ഇതിൻ്റെ ഫോർക്ക് നമുക്ക് തരും. 6.36 ആംപിയർ അവർ ലിഥിയം അയോൺ ബാറ്ററിയാണ് നമുക്ക് ഈ ബൈക്കിനൊപ്പം ലഭിക്കുന്നത്. പാനസോണിക് ആണ് ഇതിന് ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ദോ നോൺ റിമൂവബിൾ ആണെങ്കിൽ പോലും കമ്പനി ഇതിന് റീപ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. 12,500 ആണ് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരുന്നത്. 6.36 ആംപിയർ അവർ ബാറ്ററി ഉണ്ടായിട്ട് പോലും നമുക്ക് അറൗണ്ട് 20 കിലോമീറ്റേഴ്സാണ് ഇതിന് കിട്ടുന്ന റേഞ്ച്. അതിന് പ്രധാന കാരണം ഇതിൻ്റെ ഹബ് മോട്ടറാണ്. 42 ന്യൂട്ടൺ മീറ്ററാണ് ഇതിൻ്റെ ടോർക്ക്. ലാപ്ടോപ്പ് ചാർജേഴ്സിന് സിമിലർ ആയിട്ടുള്ള ഒരു പോർട്ടാണ് ഇതിനകത്തുള്ളത്. 250 വാട്ട് റിയർ BLDC ഹബ് മോട്ടറാണ് നമ്മൾ ഈ സൈക്കിളിൽ കാണുന്നത്. ഈ ബൈക്കിന് നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇത് സിംഗിൾ സ്പീഡാണ് എന്നുള്ളൊരു കാര്യം. പക്ഷെ അത് കുഴപ്പം നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ പെഡൽ അസിസ്റ്റ് മോഡിലാണ് ഈ വണ്ടി കൂടുതൽ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളത്. ബട്ട് നമ്മൾ മാനുവലായിട്ട് പെഡൽ മോഡ് ഓൺലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ബൈക്ക് അത്യാവശ്യം ഹെവി ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 23-22 കിലോഗ്രാംസാണ് ഇതിൻ്റെ വെയിറ്റ്. ഈവൻ ദോ 110 കിലോഗ്രാംസ് വരെ ഇതിന് പേലോഡ് താങ്ങാൻ സാധിക്കും. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാറിലെ ഈ ഡിസൈൻ. കാണുമ്പോൾ വലിയ സുഖമൊന്നും തോന്നിയില്ലായിരുന്നെങ്കിലും ഉപയോഗിച്ചപ്പോൾ ഹാൻഡൊക്കെ റെസ്റ്റ് ചെയ്യാൻ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഹാഫ് ത്രോട്ടിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ അത് നീങ്ങാതിരിക്കാൻ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന നേരത്ത് അതിൽ ചേഞ്ചസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ബൈക്കിൽ നമുക്ക് കാണാൻ സാധിക്കാത്തൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഈ ബ്രേക്ക്. ഒബ്വിയസ്ലി ഇതൊരു പെഡൽ അസിസ്റ്റ് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹബ് മോട്ടറിലേക്ക് കണക്ഷൻ പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ട്രിക് കണക്ഷൻ കട്ട് ചെയ്യാൻ ഈ സെൻസേഴ്സ് നമുക്കിതിന് സാധിക്കും. ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റാണിത്. പ്രധാനമായിട്ട് നമുക്ക് 4 മോഡിൽ നമുക്ക് ഈ ബൈക്ക് ഓടിക്കാം. ആദ്യം തന്നെ പെഡൽ അസിസ്റ്റ് മോഡാണ്. പെഡൽ അസിസ്റ്റ് മോഡിന് തന്നെ പ്രധാനമായും 3 ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ലോ, മിഡ്, ഹൈ അങ്ങനെ ഏത് മോഡിൽ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഒരു സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. തേർഡ് മോഡ് എന്ന് പറയുന്നത് നോർമൽ മാനുവൽ സൈക്ലിംഗ് ആണ്. പക്ഷേ മാനുവൽ സൈക്ലിങ്ങിന് പറ്റിയ ഒരു ബൈക്കല്ല ഇത്. എസ്പെഷ്യലി ഇതിന് 22 കിലോഗ്രാംസ് പ്ലസ് വെയിറ്റ് ഉള്ളത് കൊണ്ടും സിംഗിൾ സ്പീഡ് ആയതുകൊണ്ടും തന്നെ മാനുവൽ മോഡിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു സൈക്കിളായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഇതിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഫീച്ചറാണ് ക്രൂയിസ് മോഡ്. ക്രൂയിസ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ ഈ മൈനസ് ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി. ഓൾറെഡി 22.3 കിലോഗ്രാംസുള്ള ഈ സൈക്കിൾ ഉന്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ ക്രൂയിസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൂടെ ഒരു കമ്പാനിയനെ പോലെ ഇത് കൂടെ വരും. ഇലക്ട്രിക് സ്കൂട്ടർ പോലെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് 20 കിലോമീറ്റേഴ്സ് റേഞ്ച് ഉള്ളുവെങ്കിലും പെഡൽ അസിസ്റ്റ് മോഡിൽ പോവുകയാണെങ്കിൽ 30-35 കിലോമീറ്റേഴ്സ് വരെ ഇതിന് റേഞ്ച് കിട്ടും. 91 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഫീച്ചറാണ് വാറൻറ്റി. മോട്ടർ, കൺട്രോളർ, കേബിൾസ്, ബാറ്ററി ഇതിനെല്ലാത്തിനും നമുക്ക് 1 ഇയർ വാറൻറ്റി കിട്ടും. കൂടാതെ തന്നെ നമുക്ക് ഓൺ കോൾ സപ്പോർട്ടും ലഭിക്കും. പോസിറ്റീവ് സൈഡ് മാത്രമുള്ളൊരു സൈക്കിളായിട്ടല്ല എനിക്കിത് തോന്നിയത്, കുറച്ച് നെഗറ്റീവ് സൈഡുകളും കൂടിയുണ്ട്. പ്രധാനമായിട്ടും എനിക്കിതിൻ്റെ വെയിറ്റാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. 22.3 കിലോഗ്രാംസ് നമ്മൾ മാനുവൽ മോഡിൽ റൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് കൺസിഡറിങ് ഇതൊരു പെഡൽ അസിസ്റ്റ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇത് അവർ സിംഗിൾ സ്പീഡാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റും കാര്യമായ രീതിയിൽ ഇതിനെ ബാധിക്കണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫോർക്ക് നമുക്ക് ഒരു 100 mm ആക്കിയിരുന്നെങ്കിൽ ഒന്നും കൂടി കംഫർട്ടബിൾ ആയേനെ.
പോരാത്തതിന് MTB ബൈക്കിൻ്റെ ഫ്രെയിം സ്ട്രക്ചറും ഉള്ളത് കൊണ്ട് തന്നെ ഒരു 100mm ഫോർക്കാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇതൊരു ഡീൽ ബ്രേക്കർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഫ്രണ്ട് 160mm ബാക്ക് ഡിസ്ക് 140mm ആണ്. ഇത് അപ്പ് ഹില്ലും ഡൗൺ ഹില്ലും പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ തോതിൽ ഡിഫറൻസ് ഫീൽ ചെയ്യും. വളരെ നെഗ്ലിജിബിളാണ്, ബട്ട് സ്റ്റിൽ അതെനിക്ക് ഫീൽ ചെയ്തു. ബട്ട് നോർമലായിട്ട് ടൗണിൽ കൂടെയും അല്ലെങ്കിൽ നമ്മൾ ഹൈവേ കൂടെയും റൂട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ വലിയ ചേഞ്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പൊതുവേ ഏതൊരു കമ്പനിയുടെയും ഫസ്റ്റ് ജനറേഷൻ വണ്ടികളൊന്നും അത്ര നന്നാവാറില്ല. സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനും ആകുമ്പോഴാണ് അവർ ആ ടെക്നോളജി റിഫൈൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലേക്ക് എത്തിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 91-ന് ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ഇതിനെ അത്യാവശ്യം പോളിഷ്ഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സെഗ്മെൻറ്റിൽ ഞാൻ കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓലയുടെ S1-ഉം S1 Proയും സ്കൂട്ടേഴ്സ്. ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഭാവി എന്താവുമെന്ന് നമുക്കറിയില്ല, പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം.